ഹലോ നമസ്കാരം. എജു പ്ലാന്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീറ്റ് റിസൾട്ടൊക്കെ പബ്ലിഷായി. 686 സ്കോറാണ് ഫസ്റ്റ് റാങ്കിന് വന്നിട്ടുള്ളത്. അതുപോലെ 650 മാർക്കിന് മുകളിൽ കിട്ടിയ ഏകദേശം 73 പേരാണുള്ളത്. 73 റാങ്കാണ് 650 മാർക്കിന് മുകളിലായിട്ട് വന്നിട്ടുള്ളത്. ഇനി 600 സ്കോർ ചെയ്തവർ 1300 ഓൾ ഇന്ത്യ റാങ്കിലാണ് വന്നിട്ടുള്ളത്. ഇനി 550 സ്കോർ ചെയ്ത സ്റ്റുഡൻസിന് ഏകദേശം 12200 ഓൾ ഇന്ത്യ റാങ്ക് വന്നിട്ടുള്ളത്. അതുപോലെ 530 സ്കോർ ചെയ്തവർ ഏകദേശം 25000 ഓൾ ഇന്ത്യ റാങ്കിന് താഴെയായിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ 500 സ്കോർ ചെയ്തവർ ഏകദേശം 52000 ഓൾ ഇന്ത്യ റാങ്കിലാണ് വരുന്നത്. അതുപോലെ 450 സ്കോർ ചെയ്തവർ ഏകദേശം 1,18,000 ഓൾ ഇന്ത്യ റാങ്കിലാണ് വരുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയേണ്ടത് കേരള റാങ്ക്. ഇവർക്ക് കേരള റാങ്ക് ഏകദേശം എത്രത്തോളം വരും, കേരളത്തിൽ ഏതെല്ലാം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻസ് ഇവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് അറിയേണ്ടത്. അപ്പോൾ 600-ന് മുകളിൽ സ്കോർ ചെയ്തവർ ഏകദേശം 1300 ഓൾ ഇന്ത്യ റാങ്ക് വരിക. അപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് ഏകദേശം 130 പേര്, അത് കേരളത്തിൽ നിന്ന് 130 പേരുണ്ടാവാൻ സാധ്യതയുണ്ട്. സാധാരണത്തെ ഒരു കണക്കനുസരിച്ചിട്ട് ഏകദേശം 130 ഉണ്ടാവാറുണ്ട്. അപ്പോൾ 600-ന് മുകളിൽ സ്കോർ ചെയ്തവർ ഏകദേശം 130 കേരള റാങ്ക് വരാൻ ചാൻസ് ഉള്ള ആളുകളാണ്. അവർക്ക് ഏത് മെഡിക്കൽ കോളേജിലും, അതായത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ വേണമെങ്കിലും അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അതായത് കാലിക്കറ്റ് വേണമെങ്കിൽ കാലിക്കറ്റ് എടുക്കാം, അല്ല ട്രിവാൻഡ്രത്ത് വേണമെന്നുണ്ടെങ്കിൽ അവിടെ എടുക്കാം. ഏത് മെഡിക്കൽ കോളേജാണോ അവർക്ക് പ്രിഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ എടുക്കാം. മാത്രമല്ല ഇവർക്ക് എയിംസിലും അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ എയിംസ് പ്രിഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു സ്റ്റുഡൻറ്റിന് കൂടെ ഗവൺമെൻറ് സീറ്റ് കിട്ടാനുള്ള ചാൻസ് അധികമാവും. 550 to 560 സ്കോർ ചെയ്തവർ ഏകദേശം 1200 കേരള റാങ്കിലാണ് വരാൻ സാധ്യത. 1200 കേരള റാങ്കിൽ വരാൻ അവർക്ക് ഗവൺമെൻറ് സീറ്റ് കിട്ടും. കേരളത്തിൽ ഗവൺമെൻറ് സീറ്റ് കിട്ടാൻ സാധ്യതയുള്ള ആളുകളാണ്. ഏകദേശം 550 to 560 മാർക്ക് സ്കോർ ചെയ്തവരായിരിക്കും കേരളത്തിൽ ഗവൺമെൻറ് സീറ്റ് ലഭിക്കാൻ കഴിയുന്ന ആളുകൾ. അപ്പോൾ നമുക്ക് ഏകദേശം പറയാൻ കഴിയുന്ന ഒരു കേരളത്തിലെ കട്ട് ഓഫ് ഏകദേശം ഒരു 550 to 560 ആയിരിക്കും കേരളത്തിലെ ഒരു കട്ട് ഓഫ് മാർക്ക്. ഗവൺമെൻറ് സീറ്റിനുള്ള കട്ട് ഓഫ് മാർക്ക് ഏകദേശം 550 to 560 ആയിരിക്കും. അതുപോലെ 530 സ്കോർ ചെയ്തവർ ഏകദേശം കേരളത്തിൽ 2500 റാങ്കിലായിരിക്കും വരാൻ സാധ്യത. അതുപോലെ 500 സ്കോർ ചെയ്തവർ കേരള റാങ്ക് ഏകദേശം 5200 ആയിരിക്കും. കേരള റാങ്ക് വരാൻ ചാൻസ് 5200 ആയിരിക്കും. അതുപോലെ 450 സ്കോർ ചെയ്തവർ കേരള റാങ്ക് ഏകദേശം 12000 താഴെ ആയിരിക്കും വരിക. ഓക്കെ, ഇവർക്കെല്ലാം സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം 450 to 470 ആ റേഞ്ചിലുള്ളവർ, അതിന് മുകളിലുള്ള എല്ലാവർക്കും കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് കൊടുക്കുക. പിന്നെ എങ്ങനെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്, അപ്ലൈ ചെയ്യേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ്, ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഇനി അഡ്മിഷൻ പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പായിട്ട് പേഴ്സണലായിട്ട് വരാവുന്നതാണ്. എല്ലാ ഡൗട്ട്സുകളും നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഇപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.